അഭിനബിമുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതുണ്ടല്ലോ ഏതെങ്കിലും ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചാനലിൽ പിന്നെ പാടിക്കൊണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ്. 68 ആദ്യമായിട്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അറിവ് വെച്ചെന്ന് ഞാൻ അള്ളാന്ന് ഉച്ചരിച്ചിരുന്നു. ചെങ്ങന്മാരെ, ഞാനിന്നുണ്ടല്ലോ കൊണ്ടോട്ടിയുടെ പ്രിയ ഗായിക ജയ ഭാരതി ചേച്ചിയെ പരിചയപ്പെടുത്താനും വേണ്ടിയാണ് നിങ്ങൾ മുന്നിലെത്തുന്നത്. സംഭവം ഒരുപാട് വേദികളിലും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് ഗാനങ്ങളും ഒക്കെ പാടിയിട്ടുള്ള നമ്മുടെ പ്രിയ ഗായികയെ നിങ്ങൾക്ക് മുന്നിലോട്ട് ഇന്ന് എത്തിക്കണം. ഒരുപാട് അറിയപ്പെടാത്ത കലാകാരികളെ നമ്മളെ മുന്നിലോട്ട് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വീടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവരുടെ വീട്ടിലൊന്ന് പോയൊക്കെ ആളവിടെ ഉണ്ടോ നോക്കട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ കാണാണ് നമ്മുടെ ജയഭാരതി ചേച്ചിയുടെ വീട്. സ്വപ്നം എന്നാണ് വീട്. നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കല്ലേ. ചേച്ചി ആരെയും ഒന്ന് നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം വിശേഷങ്ങള്? നല്ല വിശേഷം. ഒന്ന് പുറത്തിറങ്ങി വരുമോ? നമുക്കൊന്ന് പരിചയപ്പെടാണ്ടല്ലോ. ആയിക്കോട്ടെ. ഒരുപാട് പ്രേക്ഷകർ നിങ്ങളെ പാട്ട് കേൾക്കാനും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങല്ലേ ഒരു തലക്കെന്ന്. ആയിക്കോട്ടെ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ? ഒരുപാട് പ്രേക്ഷകർക്ക് നിങ്ങളെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടാവും. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, നമ്മളെ നാട്ടുകാർക്കും മലപ്രദേശം. പക്ഷേ ഇനിയും ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും. എൻ്റെ പേര് ജയഭാരതിയാണ്. ജയഭാരതി അല്ലേ? അപ്പോൾ നിങ്ങളെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ കൊണ്ടോട്ടി ഗവൺമെൻറ് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. കൊണ്ടോട്ടി അല്ലേ? കൊണ്ടോട്ടിയാ. ഒരു ഗായികയാണ്. പാട്ടുകാരിയാണല്ലേ? എത്ര വർഷമായി നമ്മളെ ഈ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നടക്കുന്നത്? ഞാൻ 68 ആദ്യമായിട്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ പാട്ടിലേക്ക് വന്നത്. സംഗീതത്തിലോട്ട് വരുന്നത് അല്ലേ? സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ പണ്ടൊക്കെ സിനിമാ പാട്ടുകളായിരുന്നു പാടിയിരുന്നത്. പിന്നെ ഞാൻ KS മുഹമ്മദ് കുട്ടി പറഞ്ഞ ഒരു ടീമുണ്ട് കൊണ്ടോട്ടി തുറക്കല്. അവരെ ടീമില് പാടാൻ പോയി. അന്നൊക്കെ സിനിമാ പാട്ടായിരുന്നു. പിന്നെ അവര് ബദർലശല് കല്യാണ പാട്ടൊക്കെ പാടുന്ന കേട്ടോ പഠിച്ചതാണ്. അന്ന് ബദർലശലൊക്കെ KK അബ്ദുൽ കരീം മാഷുണ്ട്. അവരെ വീട്ടിൽ പോയിട്ട് ബദറിലെ പാട്ടുകളൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്. അന്നതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഠിക്കാന്ന് പറഞ്ഞാല് കുട്ടിയെ എനിക്ക് അറിവ് വെച്ചെന്ന് ഞാൻ അള്ളാന്ന് ഉച്ചരിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് ബദറിലെ ഇശലിനൊന്നും വന്നിട്ടില്ലല്ലേ? ബദറിലെ 2 ഇശല് ഇപ്പൊ ഒന്ന് പാടാൻ കഴിയോ? ഞാൻ സ്ഥിരം പാടണേ. അതെ, അത് പാടിയല്ലോ. അഹദത്തിലെ അലിഫ് അലിഫ് ലാം മഗമിയം അലിഫാക്ഷരഫുൽ ബിസ്മില്ലാ അഹദത്തിലെ അലിഫ് അലിഫ് ലാം മഗമിയം അലിഫാക്ഷരഫുൽ ബിസ്മില്ലാ അരിമാ കനെ കുത്ബാനുദീൻ ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചേച്ചി, ഒന്നും പറയാനില്ല. എന്താണ് ആ സംഗീതം എന്ന് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി പാട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് റബി ലെവൽ, അതായത് നബിദിനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് നബിദിന ഗാനങ്ങളൊക്കെ നല്ല ആലപിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ മാപ്പിളപ്പാട്ട് ഇതൊക്കെ നന്നായി ചെയ്യൂലേ? അപ്പൊ ഒരു നബിദിന ഗാനം ഒന്ന് ആലപിക്കാം. ഞങ്ങൾ കുറച്ച് മുമ്പേ കേസിന്റെ ടീം പാടിയൊരു പാട്ട് ഞാൻ പാടാൻ വന്ന കുറച്ച് വരികള്. മെക്കപ്പുരി കൗബമണി ദിക്കണക്കല്ല എന്നിൽ ആക്കം കൂട്ടല്ല. മെക്കപ്പുരി കൗബമണി ദിക്കണക്കല്ല എന്നിൽ ആക്കം കൂട്ടല്ല. മരണമണി മുഴങ്ങും മുമ്പിൽ ആശ തീർക്കല്ല നിന്റെ പാശം നീട്ടല്ല. മരണമണി മുഴങ്ങും മുമ്പിൽ ആശ തീർക്കല്ല നിന്റെ പാശം നീട്ടല്ല. സിരകൾ തരിക്കുന്ന കഥകുമയം തിരിയൊറ്റ ദീപത്തിൻ ദീപ്തിയിൽ മുങ്ങും. വർഗവർണാദികൾ ഒന്നായി തിളങ്ങും. സ്വർഗത്തിൽ സ്വർണ്ണച്ചരടിൽ ഇണങ്ങും. നഗരിൽ ചെന്നെത്തിയിടാൻ എൻ്റെ ഫറോന്ന് വീട്ടിയിടാൻ. നഗരിൽ ചെന്നെത്തിയിടാൻ എൻ്റെ ഫറോന്ന് വീട്ടിയിടാൻ. മെക്കപ്പുരി കൗബമണി ദിക്കണക്കല്ല എന്നിൽ ആക്കം കൂട്ടല്ല. മരണമണി മുഴങ്ങും മുമ്പൻ ആശ തീർക്കല്ല നിന്റെ പാശം നീട്ടല്ല. അടിപൊളി വെച്ചേ. നബിദിനൊക്കെ ആകുമ്പോണ്ടല്ലോ ഒരുപാട് ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് കഥ കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ അത്യാവശ്യം പാടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ്. അച്ഛന്റെ പേരെന്ന് പറയുമോ? കാരണം എൻ്റെ അച്ഛന്റെ പേര് MK തെയ്യുട്ടി. കാരണം നിങ്ങൾ അച്ഛന്റെ ഇത് കാരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ നിലയിലെത്തിയതും അതുപോലെ തന്നെ
ആ അനുഗ്രഹം കാരണം ഇപ്പൊ ഈ മാപ്പിളപ്പാട്ട് കൂടെ ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ ഗുരുനാഥൻ KS മുഹമ്മദ് കുട്ടിയുടെ, അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിൽ ഇന്ന് അറിയപ്പെടുന്നത് അല്ലേ. ഭർത്താവിൻ്റെയും മരുമോളെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. കാരണം നമ്മളെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി സപ്പോർട്ട്, അതുപോലെ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അയൽവാസികളും നാട്ടുകാരും എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാവും. നമ്മള് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, മലപ്പുറം ജില്ല മൊത്തത്തില് സപ്പോർട്ട് ഹൃദയം കൊടുക്കുന്ന വാരിക്കോരി കൊടുക്കും കൊണ്ടോട്ടി. കാരണം നമ്മളെ കൊറോണ സമയത്ത് വിമാനം ഫ്ലൈറ്റ് വീണപ്പോഴും അത് വകവെക്കാതെ എടുത്ത് ജീവൻ രക്ഷിച്ച ടീമാണ്. അതാണ് കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ കേരളക്കരയിൽ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ഇവിടെ പിന്നെ എനിക്കൊന്ന് ഒരു കാര്യം, സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ കാരണം എന്താ അറിയാം, ഞാനിപ്പം നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വീടിന്റെ അടുത്ത ജില്ലാ ഹോസ്പിറ്റല് അവിടെ ഉണ്ട് പരിരക്ഷ ഹോം കെയർ. വീടുകളിൽ സുഖമില്ലാതെ കിടക്കണം അവർക്ക് അവരെടുത്ത് പോവും. ഒരു ലൈലാബി എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ട്, ബഷീറാക്കാണ്ട് ഡ്രൈവർ, പിന്നെ ഒരു ആശാ വർക്കർ. ഞാൻ വളണ്ടിയർ ആയിട്ട് 2019 പോകാൻ തുടങ്ങിയ കൊറോണേൻ്റെ അതില് അവരെടുത്ത് ചെന്നിട്ട് നമ്മള് പിന്നെ കിടപ്പിലായവരുണ്ടാവും, കൈ ഒന്ന് ചലിക്കാൻ കഴിയാത്തവരുണ്ടാവും. ചലിക്കാൻ കഴിയാത്തൊരു വീട്ടിൽ ഞാൻ പോയിരുന്നു. അതായത് കിടക്ക് തന്നെയാണ്. ഉമ്മാക്ക് നല്ല ഇഷ്ട പാട്ട്, റേഡിയോ പാട്ട് കേട്ടിരുന്ന ഉമ്മയാണ്. ആ ഉമ്മാന്റെ കട്ടിലിന്റെ തലയ്ക്കാൻ പുറത്ത് ഞാൻ ഇരുന്ന് ഉമ്മ കട്ടിലും പായ ഇട്ടാ കിടക്കണേ. അതാണ് അതിന്റെ ഇഷ്ടം. അങ്ങനെ ഞാനൊരു പാട്ട് പാടി. മോനെ ആ പാട്ട് പാടിയപ്പോ ആ ഉമ്മ ആ കൈ ഇങ്ങനെ വെച്ച ഉമ്മാന്റെ കൈ ഇങ്ങനെ ചലിച്ചപ്പം അവരെ മകനും പേരക്കുട്ടിയും സിസ്റ്ററും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറൊക്കെ ഞങ്ങളൊക്കെ ആശാ വർക്കറൊക്കെ എന്താ പറയാ, എന്തോ ഒരു സന്തോഷം എന്നറിയാം മക്കള്. അപ്പം മോൻ പറയട്ടോ, ചേച്ചിയെ നിങ്ങൾക്ക് എന്നെ അറിയോ? ഇല്ല മോനെ, എന്റെ കല്യാണത്തിന് KSന്റെ ടീമിൽ നിങ്ങൾ പാടാൻ വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ആ വീട്ടിലേക്കാണ് ഞാൻ ചെല്ലണത്. ആ പാട്ട് ഏതാണെന്നറിയോ? ആ പാട്ടൊന്ന് പാടും. ഓതിടൈ തിരുനബി കനിമകൾ ഫാത്തിമ ബീവി, ഓമന പുലിയലി അനിതത്തൻ ഖദീജ ബീവി. ഓതിടൈ തിരുനബി കനിമകൾ ഫാത്തിമ ബീവി, ഓമന പൊതിമുഖം ധരിക്കുന്ന ഖദീജ ബീവി. ബീവിയൽ ഫാത്തിമ മാറ്റിയൊരുങ്ങി തങ്കനി പുതുമരന്റെ അരക്കകം നീങ്ങി തൻ കയ്യാൽ മുഖം പൊത്തി വാതിലിൽ തങ്ങിയ സമയമിൽ നാരികൾ പിടിച്ചിടലായി തൻ കയ്യാൽ നാരിത്തൻ മുഖത്തിനെ ഉയർത്തിയിടലായി. അതാണ് ആ പാട്ട്. ഈ പാട്ടാണ് കേട്ടോളൂ ആ ഉമ്മാന്റെ കൈ അങ്ങോട്ട് ചലിച്ചില്ലേ, ഭയങ്കര സന്തോഷം. എന്താന്നറിയോ, എന്താ സന്തോഷം ലൂട്ടിയെ, സങ്കടമാണ് വന്നേ. കാരണം അങ്ങനെ ആയിട്ടും പാട്ടിനോട് ഇതിനോടുള്ള പാട്ടല്ലെങ്കിൽ നമുക്ക് വലിയൊരു മരുന്ന് തന്നെ, ഒരു അതൊരു തെറാപ്പി തന്നെയാണ്. മ്യൂസിക് തന്നെ ഒരു തെറാപ്പിയാണ്. അത് പല രീതിയിൽ ഫാസ്റ്റ് മ്യൂസിക് ആയിരിക്കും, പല ആൾക്കാർക്കും പല മെലഡി ആയിരിക്കും, പല രീതിയിലായിരിക്കും, പല രീതിയിലാണ് അത് സംഗീതം വരുന്നത്. വീടുകളിലൊക്കെ ചെന്നാല് പാടി കൊടുക്കും. പിന്നെ സംസാരം നല്ല സംസാരം, അതുകൊണ്ടാണ് അതിന്റെ വലിയൊരു എന്താ പറയാ ഒരു അനുഗ്രഹമാണത്. പക്ഷെ നമ്മള് എന്താന്ന് പറയാ, എനിക്ക് സന്തോഷം ഉണ്ടെങ്കിലും ചെല്ലുമ്പോ സങ്കടം ഉണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കണം നമ്മളത്. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ഞാൻ പിന്നെ ഒരു മാപ്പിളപ്പാട്ട് ഗായിക എന്നുള്ളതിൽ അതങ്ങനെ പോകുന്നുണ്ട്. സിനിമാ പാട്ട് അറിയാഞ്ഞിട്ടൊന്നല്ല. മെഹബൂബുൽ അബ്ദുൽ ഖാദിർ ശബ്ദത്തിന് ഇടർച്ചുണ്ട്. കാരണം കുറഞ്ഞ വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ് വന്നതാണ്. ചെറിയ ക്ഷീണുണ്ട്. അതുകൊണ്ടാണോ അതായത് പ്രേക്ഷകർ ശ്രമിക്കുക. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് യാതൊരു പരിശീലനം അല്ലാതെ പെട്ടെന്ന് ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് അങ്ങോട്ട് പാടുകയാണ്. അതുകൊണ്ട് തന്നെ അതായത് എക്സ്പീരിയൻസ് കൊണ്ടാട്ടോ അത്രയും പെട്ടെന്ന് തന്നെ പാടാൻ കഴിയണം. അല്ലെങ്കിൽ ചെറിയൊരു
താളലയങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ പാടാനൊന്നും ആർക്കും കഴിയൂല അല്ലേ? എത്ര വർഷമായി ഇപ്പൊ സംഗീതത്തിലോട്ട്, അതായത് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്? ഒരു പിന്നെ 68-ലല്ലേ, അവിടുന്ന് കൂട്ടിയാലറിയാം. പിന്നെ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞത് കുറച്ച് ഭർത്താവിന്റെ നാട്ടിൽ ഒരു 6-7 മാസം നിന്ന് അതിലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പം 65-ലാണ്. നവംബർ ആയാലും 66-ലേക്ക് കടന്നു. 66 വയസ്സ്. ഈ പ്രായത്തിലും ഈ ശബ്ദത്തിൽ ഇത്ര മനോഹരമായിട്ട് പാടുന്ന നമ്മുടെ കൊണ്ടോട്ടിയുടെ പ്രിയ കലാകാരി ജയഭാരതി ചേച്ചിക്ക് ആയിരിക്കട്ടെ കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുകളും വാരി കോരി കൊടുത്തോളിട്ടോ. അപ്പൊ ഇനിയും സംഗീതമായിട്ട് നമ്മളെ മരണം വരെ അത് കൊണ്ടുപോകൂലേ? ആഗ്രഹമാണ്. അതാണല്ലേ? പിന്നെ പാടിക്കൊണ്ട് മരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതാണല്ലേ? അതാണ് എന്റെ വലിയൊരാഗ്രഹം. അല്ലെങ്കിലും മോനെ നമുക്ക് ആയുസുകളില്ല. അപ്പൊ നമ്മൾ എന്താ ഈ പോരും വൈരാഗ്യമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മള് പരസ്പരം ജാതി മതം ഇല്ലാതെ ആണ് പെണ്ണെന്നില്ലാതെ, അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു നേട്ടം. മറ്റതുകൊണ്ടൊന്നും ഒരു നേട്ടമില്ല. ഇനിയിപ്പോ രാഷ്ട്രീയ ആയാലും ഇനിയിപ്പോ ഈ മതത്തിന്റെ പേരിലായാലും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ ഈ നാടത്ര സുന്ദരീകരം അല്ലേ? നല്ലതാണ്. എല്ലാവരും കേരളത്തിന്റെ ഏറ്റവും വലിയ മഹിമ തന്നെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മളെ കേരളം അതിൽ നമ്പർ 1 തന്നെ ഉണ്ടോ. കാരണം ഞാൻ ഒരുപാട് സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അവിടെ ഉള്ള ഭയങ്കര വിവേചനാണെങ്കിൽ ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടാണ് എല്ലാവരും. അതിവിടെ ഇതുവരെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും തകർക്കാൻ കഴിയാതിരിക്കട്ടെ. നമ്മളെ സ്നേഹം ഇനിയും പുലർന്നു പോട്ടെ. നമുക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള ഗാനം പാടാൻ പോവുകയാണ്. എന്തായാലും തുടങ്ങിക്കോളൂ ചേച്ചി. ഞാൻ കേസിന്റെ കൂടെ പാടിയൊരു പാട്ടാണത്. അഭിനബിമുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. അഭിനബിമുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. മശരിക്കും മൗരിബും കൈകൊട്ടി സർവ മഖലൂക്കിൻ കരളന്ന് തുടികൊട്ടി. മശരിക്കും മൗരിബും കൈകൊട്ടി സർവ മഖലൂക്കിൻ കരളന്ന് തുടികൊട്ടി. അഭിനബിമുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി. ജ്ഞാനനഭസിന്റെ നീലിമയിൽ വെള്ളിത്താരമായി ശോഭിച്ച ജ്ഞാനവതി. വാണഖലീഫകൾ തേടിന സ്നേഹത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി. അഭിനബിമുത്തിന്റെ മണവാട്ടി ബിവി ആയിഷ പൂവെന്ന പെൺകുട്ടി. ചേച്ചി ഒരു രക്ഷയില്ല കേട്ടോ പാട്ടുകളൊക്കെ. എല്ലാം നല്ല ഇമ്പത്തില് നല്ല ഈണത്തില് പാടുന്നുണ്ട്, മനോഹരമായിട്ട് തന്നെ പാടുന്നുണ്ട് ചേച്ചി. നമ്മളെവിടെ എന്ന് പറഞ്ഞാൽ ഈ നബിദിനത്തിന് നമ്മളെവിടെ പെൺകുട്ടികളൊന്നും മദ്രസയിലെ പെൺകുട്ടികളൊന്നും പോകില്ലല്ലോ. ഞാൻ കാസർഗോഡ് പിന്നെ പയ്യന്നൂർ ഭാഗത്ത് അസിസ്ഥാനരിന്റെ കൂടെ പോയിരുന്നു. നബിദിനത്തിൽ ജീപ്പിൽ പാട്ടും പാടി പോയി ആ ഭാഗത്തൊക്കെ. അവിടെ അന്ന് നബിദിനത്തില് നമ്മളെ റബീഉൽ മാസത്തിലൊക്കെ. വർഷമായിരുന്നത് അതിപ്പം അത്ര അറിയില്ല. അന്ന് ചെറുത് അത്യാവശ്യം ഒരു 8-ലോ 7-ലൊക്കെ പഠിക്കണ കാലാണ്. പോയി പാട്ട് പാടിയിട്ടുണ്ടല്ലേ? ഞാന് ഗൾഫ് അത് അവരെ ടീമിലുള്ളൊരു പാട്ടുകളായിരുന്നു. അതിപ്പോ ഓർമ്മയില്ലേ? ഗാനായി ഇപ്പൊ 2-3-4 പാട്ടുകളായി. അപ്പോ എല്ലാ പാട്ടുകളും ഇപ്പോ അതുപോലെ ഓർത്തു വെക്കാൻ കഴിയാത്തത് കാരണം ചേച്ചി ചെറുതായിട്ടൊരു ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഒരു പാട്ടും കൂടി അല്ലേ? ഉമ്മുൽ ഖുറാബിൽ അണഞ്ഞ ഉമ്മുൽ കിതാബിന്റെ ഉടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ഉമ്മുൽ ഖുറാബിൽ അണഞ്ഞ ഉമ്മുൽ കിതാബിന്റെ ഉടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി നന്മ അബൂ താലിബിന്റെ പൊന്മകനായുള്ള അലി ഹൈദറിന്റെ പൂമണവി ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ഉമ്മുൽ ഖുറാനിൽ അണഞ്ഞ ഉമ്മുൽ കിതാബിന്റെ ഉടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ചേച്ചി, ഒന്നും പറയല്ലേ. പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അങ്ങനെ കേട്ടിരുന്നു പോകും. പഴയ പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവാ അത്തരം പാട്ടുകളൊക്കെ അല്ലേ? ഒരുപാട് ഇപ്പയും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ അതൊക്കെ ഉണ്ടോ അല്ലെ? ഇന്നും ഒരുപാട് ആൾക്കാരെ. ഞാൻ ബദറിലെ ഒരു 4 വരികൾ പാടത്തെ. ധൈര്യമായിട്ട് പാടില്ലേ ബദറിലെ? അത് ഭയങ്കര ഇഷ്ടമാണ്. പാടി നോക്കാതെ പാടക്കി. അതെ നോക്കി പാടാം. അപ്പോൾ നമുക്ക് വേണ്ടി ഭാരതി ചേച്ചി ബദറിലെ 4 വരി പാട്ടുകൾ പാടാൻ പോവാണ്. എന്തായാലും നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളട്ടോ. ലൈക്കുകളാണ്
നിങ്ങൾ ചേച്ചിക്ക് കൊടുക്കുന്ന ഇത് കേട്ടോ. ഹക്കാനക്കൊനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ ഹക്കാനക്കൊനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ തക്കോവർ ഹാമിദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കും പൊഴുതിൽ ജാസൂസ് ഒരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി ഹക്കാനക്കൊനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകെ. ഒന്നും പറയല്ല, ബദർഗീസ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല പാട്ടുകളൊക്കെ. ഈ പ്രായത്തിൽ ഈ ചുറുചുറുക്കൂടെ പാടുക എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു പ്രത്യേകത തന്നെ. ആ എനർജി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ എന്തായാലും സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിച്ച് ഞങ്ങൾ പോവും, അത് പറയാം. വരില്ലേ? ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ നമ്പറൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സിൽ ചെയ്തുകൊണ്ടിട്ട് അവിടെ ഇതിൽ കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളി, നമ്മളെന്തായാലും തരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ എന്തായാലും ചേച്ചി ഇനിയും ഉയരങ്ങളിലെത്തട്ടോ. അപ്പോൾ നമ്മുടെ ഭാരതി ചേച്ചി ഉണ്ടല്ലോ, ചില്ലറക്കാരിയൊന്നും ഇല്ല കേട്ടോ. എത്ര വലിയ ഗായകരുടെ കൂടെ ഇപ്പോൾ പാടിയിട്ടുണ്ടാവും. ഒരുപാട് പഴയകാല ഗായകർ, മിക്ക മാപ്പിളപ്പാട്ട് ഗായകരുടെ ടീമിൽ ഒരു പാട്ട് പാടാത്തതില്ല ഞാൻ. ഇല്ല. കെ എസ് മുഹമ്മദ് കുട്ടിയാണ് എൻ്റെ ഗുരുനാഥൻ. പിന്നെ AV മുഹമ്മദ് തിരുരങ്ങാടി, അവിടെ തന്നെ KT മുഹമ്മദ്, നിലമ്പൂർ ഷാജി, പിന്നെ അവരെ ഏട്ടൻ SA ജമീൽ, പിന്നെ അരികോടുള്ള അബൂബക്കർ കുട്ടി, അസീസ് താനരി, അവർ പയ്യന്നൂരാ, വിയ്യംകുട്ടി മാഷ് ഞങ്ങളെ നാട്ടിൽ നിന്ന്, പിന്നെ എന്താണ് പള്ളിക്കൽ മൊയ്തീൻ ഖാന്റെ മകനാണ് ഇപ്പൊ പള്ളിക്കൽ നാസർ. ഞങ്ങളായിട്ട് ബന്ധമുണ്ട്. പിന്നെ എന്താ പറയല്, ഉമ്മർ കുട്ടിക്ക, ഇവിടെ ഉള്ള എരഞ്ഞോളി മൂസാക്ക, അതിൽ തന്നെ ഞങ്ങൾ ഫീർഖാന്റെ അത് കണ്ണൂരിന്നാണ്, ഫീർ മുഹമ്മദ് ഖാന്റെ അത്. പിന്നെ റംലാത്ത, ആയിഷത്ത, അവരെ കഥാപ്രസംഗം ഞങ്ങളെ കാണാൻ വേണ്ടി. അങ്ങനെ. പിന്നെ നമ്മളെ സിബില സദാനന്ദൻ ഞങ്ങള് ഒരു വേദി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫസീല, ഭയങ്കര വിഷമായിരുന്നു. നല്ലൊരു പാട്ടുകാരിയായിരുന്നു. മാപ്പിളപ്പാട്ടിന്റെ എന്താ പറയാ ഏറ്റവും വലിയൊരു പാട്ടുകാരിയാണത്. പറയാൻ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. പിന്നെ ചെലവൂർ കേസിക്ക, അവര് ഏടായിട്ട് മരിച്ചു. പിന്നെ കൊറേ ഉണ്ട് മോനെ, എനിക്ക് പേര് കിട്ടുന്നില്ല. അപ്പൊ ഒരുവിധം ചുരുക്കി പറഞ്ഞാൽ വെള്ളയിൽ ഒരുവിധപ്പെട്ട എല്ലാ ഗായകരോട് വേദി കിട്ടി. അതിൽ എനിക്ക് ഏറ്റവും ഭാഗ്യവതിയാണ് പറയാണ്ടോ. ഇത്രയും വലിയ അരിഞ്ഞോളി മൂസക്ക സിനിമയിലൊക്കെ പാട്ട് പാടി അങ്ങോട്ട് വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നല്ല ബന്ധങ്ങളായിരുന്നു. വീട്ടു താമസത്തിന് പിന്നെ ഇവിടെ സ്മാരകം പഠിത്തല്ലേ, വൈദ്യ സ്മാരകം, അവിടേക്ക് വിളിച്ച് എനിക്കൊരു കവറൊക്കെ തന്നിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അവര്. കൊറേ ഉണ്ട് എനിക്ക്. പിന്നെ ഇവിടെ അംസാഖാൻ, പുല്ലങ്കോട് അംസാഖാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുവിധ ആളുകളൊക്കെ മരണപ്പെട്ടു. ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് അതിലുള്ളവര് കുറവാണ്. എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് ജീവിതത്തിൽ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ നമുക്ക് തീരൂല, പക്ഷെ അത്യാഗ്രഹം ഇല്ല. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചാനലില് ഒരു വേദി കിട്ടാനുണ്ട്. ഇതന്നെ മരണം വരെ പാട്ടിലൂടെ അങ്ങനെ പോണം എന്നുള്ളൊരു ആഗ്രഹം, അതേ ഉള്ളൂ. എന്തായാലും ചേച്ചിയുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ്. ബൈ ബൈ അല്ലേ ചേച്ചി? ബൈ ബൈ.